കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കതിൻ്റെ ആരംഭ 3-4 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിപ്പാനായി എടുത്ത വേദഭാഗങ്ങൾ. തെയോഫിലോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലൂക്കോസ് ഈ ചരിത്രഭാഗം തുടങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചിരുന്നു. സുവിശേഷത്തിൻ്റെ വ്യാപ്തിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം യെരൂശലേമിൽ നിന്ന് വിവിധ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കതിൻ്റെ ഉള്ളടക്കത്തെ തരംതിരിച്ചാൽ, അങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കതിൻ്റെ ഉള്ളടക്കത്തെ തരംതിരിക്കാൻ കഴിഞ്ഞത്. പല വിഷയങ്ങളോട് ബന്ധപ്പെട്ട് അപ്പോസ്തല പ്രവൃത്തികളെ നമുക്ക് വിഭജിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും. എല്ലാ വേദഭാഗങ്ങളിലേക്കും ആ നിലയിൽ ഒരു വിഭജനത്തിനായിട്ട് തുനിയുന്നില്ല. നമുക്ക് ഇന്ന് ആ വേദഭാഗത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ ഓർപ്പിച്ചതുപോലെ ചില പദപ്രയോഗങ്ങളും ചില പ്രത്യേകമായ കാര്യങ്ങളുമൊക്കെ ആ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതിനു മുമ്പുള്ളതായ ഒരു ചരിത്രമാണ് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന ആ നാളിലേക്ക്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ അനുഭവത്തിലേക്ക് ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കിക്കൊണ്ടുവരുന്ന ആ ഒരു സംഭവങ്ങളാണ് 1-ാം അധ്യായത്തിൻ്റെ മിക്ക വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, എങ്ങനെയാണ് കർത്താവ് വരെ പെന്തക്കോസ്ത് നാളിനായിട്ട് ഒരുക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും പെന്തക്കോസ്ത് നാളിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകാറുണ്ട്. എന്നാൽ അതിനു മുമ്പേ ശിഷ്യന്മാരായവരെ കർത്താവ് അതിനുവേണ്ടി ഒരുക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചതായ 1-ാം വാക്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. 2-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം ഒരു 40 ദിവസത്തോളം കർത്താവ് ശിഷ്യന്മാരുമായി സമയം ചെലവഴിക്കുകയാണ്. അല്ലെങ്കിൽ 40 ദിവസത്തോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച്, ദൈവരാജ്യം എന്നുള്ള പദം ഞാൻ പറഞ്ഞു 6-7 പ്രാവശ്യം ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഉപയോഗിക്കും. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് ജീവിച്ചിരിക്കുന്നു എന്ന് അവർ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമുക്കറിയാം, കർത്താവ് ഒരു 3-3.5 വർഷക്കാലം ഈ ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്ന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞു തുടങ്ങിയത് തന്നെ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ. അപ്പോൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിൻ്റെ പഠിപ്പിക്കലുകൾ ധാരാളം ശിഷ്യന്മാർ ഈ 3-3.5 വർഷക്കാലം കർത്താവരെ കൂടെ കൊണ്ടു നടന്ന് അവരെ പഠിപ്പിച്ചതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം, കർത്താവ് അങ്ങനെ അവരോട് അരുളി ചെയ്തതുപോലെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് അവർക്ക് വീണ്ടും പ്രത്യക്ഷമായി എന്ത് ചെയ്യുകയാണ്? അവരോടുകൂടെ വീണ്ടും ഈ 40 ദിവസം ഇരുന്ന് ദൈവരാജ്യത്തെക്കുറിച്ച്, അത് പ്രത്യേകം ലൂക്കോസ് എടുത്തെഴുതുന്നുണ്ട്, ദൈവരാജ്യം സംബന്ധിച്ച്. അപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്, നമുക്കൊരു ചോദ്യം അവിടെ വരും. ഈ 3-3.5 വർഷക്കാലം ഇവരിത് പഠിച്ചതല്ലേ? ഈ 3.5 വർഷവും ദൈവരാജ്യത്തെക്കുറിച്ചല്ലേ കർത്താവിനെ പഠിപ്പിച്ചത്? നമുക്ക് സുവിശേഷങ്ങളത് കാണാൻ കഴിയുന്നുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് ആഴമായ കാര്യങ്ങൾ കർത്താവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നാം ചിന്തിക്കേണ്ടതായ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് വീണ്ടും അവരെ ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളെ, വാസ്തവത്തിൽ അവരെ അതിലായിട്ട് കർത്താവ് ഒരുക്കുകയായിരുന്നു. പല കാരണങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. സുവിശേഷങ്ങളുടെ, ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ആ അധ്യായം കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ശിഷ്യന്മാർ പലപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവർക്കത് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. 1-2 ഉദാഹരണങ്ങൾ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് ഒന്നുകൂടി വന്നാട്ട്. അവിടെ
എന്തുകൊണ്ടാണ്? അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ചോദ്യം, എന്തുകൊണ്ട് ഈ 40 ദിവസം കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് വീണ്ടും അവരോട് സംസാരിക്കുന്നു? ഒന്ന് രണ്ട് മറുപടികൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഈ 40 ദിവസം എന്നുള്ളതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഈ 40 ഡേയ്സ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അതിനെല്ലാം ഓരോ ബാക്ക്ഗ്രൗണ്ടുണ്ട്, ഒരു സാഹചര്യമുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു വിട്ടിരുന്നു. ദൈവം ഇസ്രായേലിന് കൽപ്പന കൊടുക്കുമ്പോൾ മോശ 40 രാവും 40 പകലും ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ 40 ദിവസം കൊണ്ടാണ് മോശ എന്ത് ചെയ്യുന്നത്? ദൈവം നൽകിയ ആ കൽപ്പനകൾ, ജനത്തെ മുമ്പോട്ട് നയിക്കാനുള്ള കൽപ്പനകൾ ഏറ്റുവാങ്ങി ജനത്തിന് കൊടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ 2-3 ഉദാഹരണങ്ങളുണ്ട്. അതുമാത്രമല്ല, പഴയ നിയമത്തിലെ പലയിടങ്ങളിൽ അത് കാണുന്നുണ്ട്. രണ്ടാമതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അങ്ങനെ മോശ ദൈവ സാന്നിധ്യത്തിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുകയാണ്? ഏറ്റെടുത്ത് ജനത്തിന് കൊടുത്താണ് ഇസ്രായേലിനെ മുമ്പോട്ട് നയിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ രണ്ടാമത് നമ്മൾ കാണുന്നു, ഇസ്രായേലിൻ്റെ മരുഭൂമി പ്രയാണം 40 സംവത്സരം ആയിരുന്നു എന്ന് കാണുവാൻ കഴിയും. എക്സോഡസ് പുറപ്പാട് ദിവസം 24-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്കത് അവരുടെ മരുഭൂ പ്രയാണത്തിൽ 40 സംവത്സരത്തെക്കുറിച്ച് നമുക്ക് അവിടെയും കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവം തൻ്റെ ജനത്തെ നയിച്ചതിനെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോൾ ഏലിയാവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 40 രാവോളം ആ ദൂതൻ കൊടുത്ത അപ്പം ഭക്ഷിച്ച് 40 ദിവസം അല്ലെങ്കിൽ 40 ദിവസം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം പുക ഈ ബലത്തോട് ആ കഴിച്ച അപ്പത്തിൻ്റെ ബലം കൊണ്ട് 40 ദിവസം എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയും ദൈവീയ ശുശ്രൂഷയ്ക്കായി തന്നെ ശക്തീകരിക്കുന്ന അനുഭവങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു 40 ദിവസം എവിടെയായിരുന്നു? മരുഭൂമിയിലായിരുന്നു, അല്ലേ? മരുഭൂമിയിലുള്ള ഒരുക്കത്തിൻ്റെ ഒരു സമയമായിരുന്നു. അല്ലെങ്കിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം മുന്നോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു 40 ദിവസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ എല്ലാം എന്ത് ചെയ്യായിരുന്നു? അതിനുശേഷം എഴുതിയിട്ടുണ്ട്, യേശു ആത്മാവ് നിറഞ്ഞവനായി മടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു ഒരുക്കത്തിൻ്റെ ടൈമാണ്. ഇതുപോലെ തന്നെയാണ് ഈ 40 ദിവസം കർത്താവ് ശിഷ്യന്മാരെ ഒരുക്കുകയായിരുന്നു ഒരു പെന്തക്കോസ്ത് അനുഭവത്തിനായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ദൗത്യം അവരെ ഭരമേൽപ്പിച്ച് താൻ തുടങ്ങി വെച്ചതായ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും കൊണ്ടെത്തിക്കുന്നതിന് അവരെ ഒരുക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈമായിട്ടാണ് നമുക്ക് ഈ 40 ദിവസത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പറഞ്ഞു, ഈ 40 ദിവസം ദൈവരാജ്യത്തെ സംബന്ധിച്ച്, ഇപ്പോൾ ദൈവരാജ്യത്തെ സംബന്ധിച്ച് അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് വീണ്ടും ഇത് ആവർത്തിച്ചത്? ദൈവരാജ്യം തന്നെയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഈ ശിഷ്യന്മാരുമായി പങ്കുവെച്ച് കൂടിയിരുന്നവരെ പഠിപ്പിച്ചതെല്ലാം ഈ കാര്യങ്ങളാണ്. പക്ഷേ ഇവർക്ക് അത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന 1-2 ഉദാഹരണങ്ങൾ വേഗം ഒന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം, നമുക്കറിയാം ലൂക്കോസാണ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. എന്നാൽ 24-ാം അധ്യായത്തിലും കർത്താവിൻ്റെ അവസാന നാളുകളിൽ കർത്താവ് അവരോടൊപ്പം ചെലവഴിച്ച് ഉയർപ്പിന് ശേഷം കർത്താവ് അവരോട് സമ്പാദിച്ച ചില സംഭവങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 10 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിക്കാമോ? 10 മുതൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 10 മുതൽ ചില വാക്യങ്ങൾ. ആ ആ ആ ആ 24-ന്റെ ലൂക്കോസ് 24-ന്റെ 11 വായിച്ചാൽ മതി. ആ പേരുകൾ അങ്ങനെ പോകട്ടെ. 11 മുതൽ. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. അവരെ വിശ്വസിച്ചില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവിൻ്റെ മരണം സംബന്ധിച്ചും ഉയർപ്പിനെ സംബന്ധിച്ചും പല പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ശിഷ്യന്മാരുമായി കർത്താവ് പങ്കുവച്ചിട്ടുണ്ട്. വ്യക്തമായി കർത്താവിനോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന പദം വളരെ ശ്രദ്ധേയമാണ്. ലൂക്കോസ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ഈ വാക്ക് അവർക്ക് വെറും
കഥ പോലെ തോന്നിയെന്നാണ് ഇംഗ്ലീഷിലൊരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. അവർക്കത് നോൺസെൻസായിട്ട് തോന്നിയെന്നാണ്. എങ്ങനെ വിശ്വസിക്കാനാ എന്നവർക്ക് തോന്നിപ്പോയി. അപ്പം നോക്കുക, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ സംഭവങ്ങൾ, കർത്താവ് അവരോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നമുക്കറിയാം പല കാരണങ്ങൾ അതിനുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞാൽ അവർ വളരെ നിരാശരായിരുന്നു. നമുക്കറിയാം യഹൂദന്മാരെ പേടിച്ച്, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ പേടിച്ച് അവരുടെ അരുമനാഥനായ കർത്താവരെ വിട്ടുപോയിരിക്കുന്നു. വളരെ ബലഹീനരായി, ക്ഷീണിതരായി, എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഭയമുള്ളവരായി. അപ്പം നോക്കുക, അവർ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം അവർക്കത് കഥ പോലെ തോന്നിയെന്ന്, അവർക്കത് നോൺസെൻസായിട്ട് തോന്നി, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ നോക്കിയാൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ 24-ാം അധ്യായത്തിൽ 2 ശിഷ്യന്മാർ എമ്മൂസിലേക്ക് പോകുന്നുണ്ട്. ഇതിനുശേഷം അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ 25-ാം വാക്യം ഒന്ന് വായിച്ച്. 25 ആ സംഭവം നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് ആ വാക്യം മാത്രം. അവനവരോട് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത, നോക്കുക, ഇത് കർത്താവ് തന്നെ അവരോട് പറയുന്നത്. പക്ഷെ കർത്താവാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. 2 പേര് യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോവുകയാണ്. കൂട്ടത്തിൽ കർത്താവ് അവരോട് ചേർന്ന് നടന്നു. അവരുടെ കണ്ണ് യേശുവിനെ അറിയാതെ നിരോധിച്ചിരുന്നു. അപ്പോൾ കർത്താവ് അവരോട് ഇങ്ങനെ യെരുശലേമിൽ സംഭവിച്ച കാര്യങ്ങൾ അവർ വിവരിക്കുമ്പോൾ കർത്താവരോട് ചോദിക്കുകയാണ്, നമ്മളിവിടെ വായിച്ചത്, പ്രവാചകന്മാർ, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. നോക്കുക, അപ്പൊ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രവാചകന്മാർ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകളെ തന്നെയാണ്. അപ്പൊ തിരുവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ ഒരു പെന്തക്കോസ്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കർത്താവ് ഇവരെ ഒരുക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പം നാം മനസ്സിലാക്കണം. അപ്പോൾ ദൈവവചനം വേണ്ട നിലയിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കർത്താവ് കൂടിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും അവർ ഒന്നേ മറന്നുപോയി, അല്ലെങ്കിൽ അവർക്കത് നോൺസെൻസായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ അവർക്കത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്നു. ഇനി നോക്കിയേ, പിന്നെ ലൂക്കോസ് അതിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ 24-ാം അധ്യായം നമ്മൾ ആ സംഭവം തന്നെ വായിക്കുമ്പോൾ 30-ാം വാക്യം വായിച്ചേ. നമുക്കറിയാം, അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്ക്. അന്നേരവും കർത്താവാണെന്ന് അറിയുന്നില്ല. നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. കർത്താവ് അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവർ അവനെ അറിഞ്ഞു. നോക്കുക, ഈ സന്ദർഭത്തിലാണ് കർത്താവിനെ ഇത് ഈ വേദഭാഗത്തെക്കുറിച്ച് പറയുന്നത്. അവരുടെ ആത്മീയ കണ്ണ്, അവർക്ക് വേണ്ട നിലയിൽ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഈ സന്ദർഭത്തിലാണ് അവർക്ക് അവരുടെ കണ്ണ് തുറക്കുവാനിടയായത്. നമുക്കറിയാം, ഇത് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നടന്നൊരു സംഭവമാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്ന ആ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം ഉണ്ടായിരുന്നു. അതിൽ ഒരു ദിവസമാണ് ഈ സംഭവം. ഇനി താഴോട്ട് വായിച്ചേ, 34-ാം വാക്യം. 32-ൽ ഭാഗം കൂടെ വായിച്ചു. 32-ൽ അപ്പോൾ അവർ പറയുകയാണ്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവമക്കളെ, ആ പദം വളരെ ശ്രദ്ധിക്കണം. അവർ പറയുകയാണ്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ, ദൈവത്തിൻ്റെ വചനം തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. നോക്കുക, അപ്പോൾ വാസ്തവത്തിൽ കർത്താവ് ഇതങ്ങോട്ട് വചനത്തിലൂടെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മോശ തുടങ്ങി, നമ്മൾ താഴോട്ട് വായിക്കുന്നു, മോശ തുടങ്ങി ആ തിരുവെഴുത്തുകൾ, സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ആ വഴിയാത്രയിൽ യേശു അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഹൃദയം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ദൈവവചനം കേട്ടപ്പോൾ അവർ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു വെളിപ്പാടിലേക്ക്, ദൈവവചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് ദൈവം അവരെ വീണ്ടും നയിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും 3-3.5 വർഷം കർത്താവരോട് കൂടെ ഇരുന്ന് നടന്നു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതൊന്നും അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർ ക്ഷീണിതരായും യഹൂദന്മാരുടെ എതിർപ്പ് മൂലവും അവർ വളരെ തളർന്നു.
ക്ഷീണിതരുമൊക്കെ ആയിട്ടിരുന്നു. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ നടന്ന സംഭവങ്ങളിലെല്ലാം നമുക്ക് കാണുന്നത് അവർക്കതൊരു കഥയായിട്ട് തോന്നി, വേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അവരാശ്ചര്യപ്പെട്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ പല അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ കർത്താവ് അവരുടെ കണ്ണ് തുറക്കുകയാണ്. വചനത്തിലൂടെ, തിരുവെഴുത്തിലൂടെ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം അവരുടെ കണ്ണ് തുറന്നു. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ ദൈവവചനത്തിലൂടെ നമ്മുടെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ ശരിക്കുള്ളൊരു പെന്തക്കോസ്ത് തമ്മിൽ ഉണ്ടാകുകയുള്ളൂ എന്നാണ്. ശരിയാണ്, വാസ്തവത്തിൽ 1-ാം അധ്യായം കഴിഞ്ഞിട്ടാണ് 2-ാം അധ്യായത്തിലേക്ക് വരുന്നത്. നമ്മൾ ശരിക്കും ദൈവവചനത്തിലൂടെ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നവർക്കാണ് ആ ദൈവശക്തി നമ്മളിലേക്ക് പകരപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി നമ്മെ ദൈവം ഒരുക്കുന്നത്. അപ്പം ദൈവവചനത്തിലൂടെ കാര്യങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി അതിന് 36-ാം വാക്യം വായിച്ചേ. ആ ആ ആ ആ നോക്കൂ, അവിടെയും അവര് ഭയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പോകട്ടെ, യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ഭാഗം ഇത് തന്നെയാണ്. ഈ കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് യോഹന്നാനും എഴുതിയിട്ടുണ്ട്. അവിടെയും ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് അവസാനം 20-ാം അധ്യായം അതിൻ്റെ 19 മുതൽ ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ. ആ ആ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് ആ 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 ഇവിടെ ഈ വേദഭാഗം പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു വേദഭാഗമാണ്. എന്നാൽ നമ്മളത് മനസ്സിലാക്കുമ്പോൾ യോഹന്നാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം അവർ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് അവർ വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്നു. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക്. അതിനെക്കുറിച്ച് പറയും, നമുക്കറിയാം പാപമോചനം നൽകുവാൻ കർത്താവിനെ കഴിയത്തുള്ളൂ, അല്ലേ? മനുഷ്യർക്കാർക്കും പാപമോചനം നൽകാനുള്ള അധികാരമുണ്ട്. ദൈവനെ നമ്മൾ മൊത്തത്തിൽ പഠിക്കുമ്പോൾ പാപം മോചിക്കുന്നത് ആരാണ്? കർത്താവാണ്. യേശു ക്രിസ്തുവിന് മാത്രമേ പാപങ്ങൾ മോചിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ പാപങ്ങൾ മോചിക്കാൻ അധികാരമുള്ളൂ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ശരിയായിട്ട് നമ്മൾ പഠിച്ചാൽ ഈ ശിഷ്യന്മാരിൽ പലരും, നമ്മളതിൻ്റെ സന്ദർഭം 19 മുതൽ വായിച്ചു വരുമ്പോൾ അവർ യഹൂദന്മാരെ പേടിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഞങ്ങളുടെ ഗുരു ഞങ്ങളെ വിട്ടുപോയി, ഇനി ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഗലീലയിലേക്ക് പോകാൻ, തിരിച്ചവരുടെ പട്ടണങ്ങളിലേക്ക് പോകാൻ ബാഗും എല്ലാം പാക്ക് ചെയ്ത് റെഡിയായിട്ടിരിക്കുകയാണ്. പേടിച്ചൊരവസരം കിട്ടിയാൽ ഓടിപ്പോകണമെന്ന് വിചാരിച്ചിങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യഹൂദന്മാരോട് അവർക്കെന്താണ്? സ്വാഭാവികമായിട്ട് അവർക്ക് എന്തുണ്ട്? പേടിച്ചിരിക്കുകയാണ്. ഇവരെ ഞങ്ങളെ എന്തു ചെയ്യും? അപ്പോൾ അവർക്കൊരു മുൻവിധിയുണ്ട്. ഇവർ ഞങ്ങളെ കണ്ടാൽ ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്നവരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ പേടിച്ച് അവരെക്കുറിച്ചുള്ളൊരു മുൻവിധിയോടുകൂടെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ ശ്രദ്ധിച്ചേ, കർത്താവ് അവരുടെ മേൽ ഊതി അവരോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളും. അത് വാസ്തവത്തിൽ ആ പെന്തക്കോസ്ത് നാളിന് വേണ്ടി ഒരു ഒരുക്കമായത്. ഈ ഊതുക എന്ന് പറഞ്ഞാൽ റൂഹ എന്നുള്ള പദമാണ്. എബ്രായ പദത്തിൽ റൂഹ എന്നുള്ളൊരു പദം മാത്രമേ കാറ്റിന് കൊടുത്തിട്ടുള്ളൂ. ആ ഊത്തെന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന അതേ മനുഷ്യന് ജീവശ്വാസം ഊതിയെന്ന അതേ പദം തന്നെയാണ് റൂഹ എന്നുള്ള പദം. അപ്പോൾ ജീവിപ്പിക്കുന്ന ആത്മാവിനെ ദൈവർക്ക് നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ മുൻവിധികൾ മാറണം. എന്ത്? യഹൂദന്മാർ ഞങ്ങളുടെ ശത്രുക്കളാണ്, അയ്യോ ഞങ്ങൾ ഓടിപ്പോകാൻ പോവാണെന്നുള്ള ചിന്തയിൽ നിന്ന് അവരെ മാറ്റിയെടുത്ത്, അവരുടെ മുൻവിധികളെ മാറ്റിയെടുത്ത് ആ പരാജയപ്പെട്ട ഇടത്ത്, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ ആ ഇടത്തു തന്നെ എൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ നിങ്ങളെ ശക്തീകരിക്കുന്ന അനുഭവം വരാൻ പോകുകയാണ്. അതിനുള്ള മുന്നൊരുക്കമായിരുന്നു ഇത് എന്ന് കാണും. അതുകൊണ്ടാണ് യോഹന്നാൻ അവിടെ അങ്ങനെ ഇരുന്നത്. നമ്മൾ ആ ഭാഗങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോയാൽ 24-ാം വാക്യം വായിച്ച് മറ്റൊരാളുടെ കാര്യം കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. 24. ആ ആ ആ
നമുക്കറിയാം തോമസ് അവരുടെ കൂടെ ഇല്ലായിരുന്നു. പിന്നെ ആ ആ ആ ആ ആ ആ ആ ആ ഇത് വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാൻ ഇത് എഴുതുമ്പം ശിഷ്യന്മാരെല്ലാം പറഞ്ഞ് ഞങ്ങൾ ആരെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് കൂടെ നടന്ന തോമസിന് പോലും എന്ത് ചെയ്തില്ല. തോമസ് പറയാണ് ഞാൻ വിശ്വസിക്കത്തില്ല. ഒന്ന് നോക്കുക. അപ്പം അവരുടെ ഇടയിൽ അവിശ്വാസമുണ്ടായിരുന്നു, ആശ്ചര്യമുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു, പല നിലയിലുള്ള നോക്കുക. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കർത്താവ് ആരംഭം തൊട്ടേ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിനെക്കുറിച്ച് തോമസ് പറഞ്ഞതിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. ഒരുപക്ഷെ കൂടുള്ള ശിഷ്യന്മാർ പോലും ചിന്തിച്ച് കാണത്തില്ല, ഇതെന്തോ ഈ തോമസ് പറയുന്നില്ലേ, ഞങ്ങളവരെ കണ്ടതാണെന്ന് പറഞ്ഞിട്ടൊന്നും ആർക്കും വിശ്വാസമില്ല. തോമസിന് വിശ്വാസം. തോമസ് പറയുകയാണ്, ഞാൻ ഈ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണണം, ആ ആണിപ്പഴുതിൽ വിരലിട്ട് അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തെങ്കിലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. 26-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെ അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് വീണ്ടും നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് തോമസിനോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? തോമസിനെ റിബ്യൂക്ക് ചെയ്തില്ല, ശാസിച്ചില്ല കർത്താവ്. അത് വളരെ ശ്രദ്ധേയമാണ്. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ. ഇതൊക്കെ അപ്പോൾ അവരുടെ വിശ്വാസത്തെ വീണ്ടും പണിതെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 40 നാളോളം യേശു ക്രിസ്തു താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളെ. അപ്പം ദൈവരാജ്യ സംബന്ധമായ കാര്യം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? നമുക്കറിയാം, ദൈവം രാജാവായിരിക്കുക അല്ലേ. അത് വ്യക്തിയിലായിരുന്നാലും ഒരു കുടുംബത്തിലായിരുന്നാലും ഒരു ദേശത്തായാലും ദൈവത്തെ രാജാവായിട്ട് അംഗീകരിക്കുന്നതിനാണ് ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ രാജ്യമാണ്. എന്തുകൊണ്ടാണ്? കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവാണ്, അല്ലെങ്കിൽ അവനെ കർത്താവായി സ്വീകരിച്ചവരാണെന്ന്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കർത്താവിനെ രാജാവായി സ്വീകരിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ടേൺ ടു ഗോഡ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്, ദൈവത്തിങ്കിലേക്ക് തിരിയുക. അപ്പം മർക്കോസിന്റെ സുവിശേഷം 1:14-15 ഒന്ന് വായിച്ചേ. നമുക്ക് കർത്താവ് ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച ആ ഭാഗം ഒന്ന് വായിച്ചേ. മർക്കോസ് 1:14-15. ആ ആ ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ അപ്പൊ നോക്കുക, ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ കാതലായ സത്യം. ദൈവത്തിങ്കിലേക്ക് തിരിയുക, അതാണ് ഒന്നാമത് പഠിപ്പിക്കുന്ന കർത്താവ്. റിപ്പന്റ്, തിരിഞ്ഞു വരിക, മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പം നോക്കുക, മാനസാന്തരം, അതാണ് ഒന്നാമത്തെ സന്ദേശം ദൈവരാജ്യം സംബന്ധമായി. നോക്കിയേ, കർത്താവ് ഈ ശിഷ്യന്മാരെ 40 നാളോളം പഠിപ്പിച്ചത് എന്തിനെക്കുറിച്ചാണ്? ദൈവരാജ്യത്തെക്കുറിച്ച്. ശരിക്കും അതിനെക്കുറിച്ച് പറയുന്നത്, കർത്താവ് ഇവരോട് പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: ഈ മാനസാന്തരം എന്നുള്ളത് ഒരിക്കൽ സംഭവിക്കേണ്ടതല്ല. ഞാൻ പറഞ്ഞല്ലോ, 3.5 വർഷം കർത്താവിനോടുകൂടെ നടന്നവരാ ശിഷ്യന്മാർ. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റിന് ശേഷം അവരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് ദൈവരാജ്യ സംബന്ധമായി. നിശ്ചയമായിട്ടും അവിടെ മാനസാന്തരമുണ്ട്. അതിൻ്റെ അർത്ഥം മാനസാന്തരം ഒരിക്കലല്ല, നിത്യമുള്ളൊരു സംഭവമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറണം. അനുദിന ജീവിതത്തിലെ ഒരു പ്രോസസ്സായിട്ട് ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് വീണ്ടും കർത്താവ് അവരെ ദൈവരാജ്യ സംബന്ധമായി. അപ്പോൾ ദൈവരാജ്യത്തിലെ പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഓർപ്പിച്ചത്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവ് പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ടു. മാനസാന്തരം എന്നുള്ളത് ദൈവരാജ്യത്തിൻ്റെ പഠിപ്പിക്കലിലെ ഏറ്റവും കാതലായൊരു വിഷയമാണ്. അത് ദൈവമക്കളുടെ ജീവിതത്തിൽ അനുദിനമുണ്ടായിരിക്കേണ്ട ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ്. കർത്താവ് എല്ലാ ദിവസവും, അല്ലെങ്കിൽ ദൈവസനെ നമ്മൾ അടുത്തു വരുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട, അല്ലെങ്കിൽ
ആവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരനുഭവമാണ്. റിപ്പന്റ് ചെയ്യുക, ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുക, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കുവാൻ അത് വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമുക്ക് പിന്നീട് അവരൊരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ വേഗം മടങ്ങി വരാം. അപ്പോൾ 40 ദിവസം കർത്താവ് അവരെ പഠിപ്പിച്ചത് എന്താണ്? ദൈവരാജ്യത്തെക്കുറിച്ച് വീണ്ടും അവരെ പഠിപ്പിച്ചു, വീണ്ടും അവർ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ല, അവർക്ക് വെറും കെട്ടുകഥ പോലെ തോന്നി. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞതൊക്കെ അവർക്ക് നോൺസെൻസ് ആയിട്ട് തോന്നി. അവരാശ്ചര്യപ്പെടുകയാണ്. വചനത്തെ അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ യഹൂദന്മാരെ കുറിച്ചുള്ള മുൻവിധി അവർ ഹൃദയത്തിലിരിക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ കഴിയുക? അപ്പോൾ അവരെ കർത്താവ് പെന്തക്കോസ്തിലേക്ക് നയിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പ് കർത്താവിനറിയാമായിരുന്നു 50-ാം ദിവസം കഴിയുമ്പോൾ ഒരു പെന്തക്കോസ്ത് നാൾ വരുന്നുണ്ട്. കർത്താവിനറിയാം. അപ്പോൾ ആ ദിവസത്തേക്ക് അവരെ ഒരുക്കുകയായിരുന്നു വാസ്തവത്തിൽ ആര് ചെയ്തുകൊണ്ടിരുന്നത്? കർത്താവ് ചെയ്തുകൊണ്ട്. അവരുടെ വിശ്വാസം വർദ്ധിക്കണം, ദൈവവചനത്തിലൊരു ഉൾക്കാഴ്ച അവർക്കുണ്ടാകണം, അവരുടെ ഭയം മാറണം. ഇങ്ങനെ പല കാര്യങ്ങൾ കർത്താവിൻ്റെ ആ പഠിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, മോശ 40 ദിവസം 40 രാവും 40 പകലും. അവിടെ 2 കാര്യങ്ങളാണ്. ഇസ്രായേലിൽ കൂടെ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ടു പോകുവാൻ, ദൈവത്തിൻ്റെ വഴിയിലൂടെ അവരെ നടത്തുവാൻ ദൈവം അവർക്ക് കൽപ്പന കൊടുക്കുവാനായിട്ട് മോശയെ വിളിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് അവിടെ മോശയെ ദൈവം ഒരുക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവനെ വിളിക്കുക. 2, ദൈവത്തിൻ്റെ വചനം എഴുതി കൊടുക്കുകയാണ്. ഇത് രണ്ടുമായിരുന്നു ദൈവജനത്തെ തൻ്റെ വഴിയിലൂടെ നടത്തുവാനായിട്ട്, പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ച ടൂൾ. അത് 2മായിരുന്നു. പഴയ നിമിത്തം നമ്മൾ കാണുന്നതാണ്. ഇവിടെ നമ്മൾ കാണുന്നതും ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ അത് കാണുന്ന, പുതിയ നിയമത്തിലും നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ ദൈവം പണിതെടുക്കാൻ ഉപയോഗിക്കുന്ന 2 ടൂളെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. ഒന്നാമത്തേത് ദൈവ സാന്നിധ്യം, മറ്റൊന്ന് ദൈവത്തിൻ്റെ വചനം. ഇത് 2ഉം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കണമെന്നാണ്. നമ്മളെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്ന 2. നമുക്കറിയാം, ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ആത്മീയ ജീവിതം നിശ്ചലമായി പോകുന്ന അവസരങ്ങളുണ്ടാകാം, മുമ്പോട്ട് വളരാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ വേണ്ടുന്നത് പോലെ നമുക്ക് ആത്മീയ അഭിവൃദ്ധിയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം. എന്നാൽ അവിടെ നമ്മളെ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്ന 2 മുഖാന്തരങ്ങൾ വചനത്തിലൂടെ നമ്മൾ പഠിച്ചാൽ, ഒന്ന് കർത്താവിൻ്റെ സാന്നിധ്യം. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടാകണം. എങ്ങനെയായി ദൈവ സാന്നിധ്യം? രാത്രി വചന പഠനത്തിനായിട്ട് നമ്മൾ വരുന്നു, പ്രാർത്ഥനയ്ക്ക് അവസരമുള്ളപ്പോൾ വരുന്നു, ദൈവസ്നേഹി കൂടി വരാൻ അവസരമുള്ളപ്പോഴെല്ലാം ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ളൊരു കൊതി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതാണ് നമ്മളെ പണിതെടുക്കുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിലിരുന്നാൽ മാത്രം പോരാ, നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ളൊരു വലിയ വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. 2, ദൈവത്തിൻ്റെ വചനം. ദൈവവചനമാണ് നമ്മെ പണിതെടുക്കുന്നത്. ഇത് 2മാണ് 2 ടൂളായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത് കർത്താവ് ശിഷ്യന്മാരെ ആ പെന്തക്കോസ്തിനായിട്ട് ഒരുക്കുന്നതിന് മുമ്പ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക്, അങ്ങനെ ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളെ കർത്താവ് അവരെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കർത്താവ് അവരോട് കൊടുക്കുന്ന 4 പ്രധാന കമാൻഡ്സ് ഈ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതുകൂടെ ഒന്ന് ഓർപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവ് അവരോട് പറയുന്നു, ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം അവരോടൊപ്പം അവരെ കർത്താവിൻ്റെ പദ്ധതിക്കായിട്ട് അവരെ ഒരുക്കിക്കൊണ്ട് അവർക്ക് 4 നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കമാൻഡ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന 4 കമാൻഡുകൾ എന്താണ് എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമതായി നമുക്കതിന് 4-ാം വാക്യം വായിച്ചാട്ടെ. അവരോട് യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, ഒന്നാമത്തെ കമാൻഡ് അതാണ്. യെരുശലേമിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? പോകരുത്. സ്റ്റേ ഹിയർ. അത് കമാൻഡാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ആ ഗ്രീക്ക് വേർഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു കൽപ്പനയായിട്ട്, നിങ്ങൾ പോകരുത് എന്നൊരു അപേക്ഷയൊന്നുമല്ല, ഒരു കമാൻഡായിട്ട് പറയുകയാണ്. ഡു നോട്ട് ഡിപ്പാർട്ട് ഫ്രം ഹിയർ. ഇവിടുന്ന് പോകരുത് നിങ്ങൾ, ഒരു കമാൻഡായിട്ട് പറയുകയാണ്. സ്റ്റേ ഹിയർ, ഇവിടെ വസിക്കണം, യെരുശലേമിൽ തന്നെ നിങ്ങൾ പാർക്കണം. അപ്പോൾ കർത്താവ് അതങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ മുമ്പേ 20-ാം അധ്യായത്തിൽ വായിച്ച് അവർ പേടിച്ചിരിക്കുകയാണെന്ന് കർത്താവിനറിയാം. അപ്പം
എങ്ങനെയും കർത്താവ് പോയി, ഇനി എങ്ങനെയെങ്കിലും യഹൂദന്മാരെ കാണാതെ ഓടി രക്ഷപ്പെടണം എന്നൊക്കെയുള്ള ചിന്ത ഉള്ളവർ അതിനകത്തുണ്ടായിരിക്കാം. കാരണം യഹൂദന്മാരെ പേടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് കർത്താവ് അവരോട് ഒരു കമാൻഡായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അവർക്ക് എന്തുകൊണ്ടാണ് കർത്താവിനെ അനുസരിക്കാൻ കഴിഞ്ഞത്. നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഈ കാര്യം കേട്ടതനുസരിച്ച് കർത്താവ് കൂടില്ല, കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോയി. എന്നാൽ പിന്നെ കർത്താവിൻ്റെ വാക്ക് അവർക്ക് അനുസരിക്കാൻ ഇടയായതിന് രണ്ട് കാരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവർ വെറുതെ ഇരുന്നില്ല. നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവർ ഒരുമനപ്പെട്ട്. 14 വാക്യം 12 മുതൽ വായിച്ചു, 1:12 മുതൽ. ഒലൂമല വിട്ട് യെരൂശലേമിലേക്ക്. കാരണം ഒലൂമലയിൽ നിന്ന് വേണേ അവർക്ക് അവരുടെ നാട്ടിലോട്ട് പോകാമായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയില്ല. കർത്താവ് ഇത് പറഞ്ഞേച്ച് സ്വർഗാരോഹണം ചെയ്തു പോയി, അവരുടെ കണ്ണിന് അപ്രത്യക്ഷമായി. അപ്പോൾ അവർ വേണേൽ പറയാമായിരുന്നു, കർത്താവിന് അങ്ങനെയൊക്കെ പറയാം, ഞങ്ങളിനി യെരൂശലേമിലോട്ട് പോയാൽ ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും. അപ്പോൾ ആ ഒലൂമലയിൽ നിന്ന് തന്നെ അവർക്ക് അവരുടെ നാട്ടിലേക്കോ യഹൂദന്മാരെ കാണാതെ ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞത് അവരനുസരിക്കുകയാണ്. ആ അനുസരണത്തിന് കാരണമായി തീർന്നത് നോക്കി, അവർ യെരൂശലേം സമീപത്ത് ഒരു ദിവസത്തെ വഴിദൂരമുള്ള ഒലൂമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവരുടെ പേരുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 14 വാക്യം വായിച്ചാൽ മതി. അവർ പാർത്ത മാളിക മുറിയിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. യെരൂശലേമിൽ ആ മാളിക മുറിയിലേക്ക് തന്നെ അവർ മടങ്ങി വന്ന് 14 വാക്യം. ഒരുമനപ്പെട്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. അവരെല്ലാവരും കൂടെ, ഞാൻ പറഞ്ഞല്ലോ, ഈ പേടിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവർ ചിതറിപ്പോകാതെ കർത്താവിൻ്റെ വാക്കനുസരിക്കാൻ മുഖാന്തരമായതിൻ്റെ പ്രധാന കാരണം നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന, അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന അല്ലെങ്കിൽ കൂട്ടായ്മ അവർക്കുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഒബീഡിയൻസ്, അനുസരണത്തിന് നിദാനമായി ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് അനുസരിക്കാൻ കഴിയണമെങ്കിൽ കൂട്ടായ്മ വേണം. കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ ദൈവവചനത്തിൽ വളരുന്നത്. ദൈവവചനം പഠിക്കുവാനും അതിൽ വളരുവാനും ഒക്കെ നമ്മെ സഹായിക്കുന്നത് കൂട്ടായ്മയുടെ ബന്ധമാണ്. അപ്പോൾ അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ച് വെറുതെ ഇരുന്നില്ല, അവർ പ്രാർത്ഥന കഴിച്ച് മുമ്പോട്ട് പോയതുകൊണ്ടാണ് കർത്താവിൻ്റെ ആ കമാൻഡ് അനുസരിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? യെരൂശലേമിൽ അവിടെ സ്റ്റേ ചെയ്യണം, അവിടെ പാർക്കുക. അത് ദൈവത്തിൻ്റെ കമാൻഡായിരുന്നു. അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥന, ഡിവോട്ട് ദംസെൽവ്സ് ടു പ്രയർ എന്നാണ്. അതല്ല കേവലം ഒരു ചടങ്ങായിട്ടല്ല, മറിച്ച് അവർ പ്രാർത്ഥനയ്ക്കായി അവർ തങ്ങളെ തന്നെ അത് സമർപ്പിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. ഒരുമനപ്പെട്ടവർ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ആ പ്രാർത്ഥനയാണ് അവർക്ക് കർത്താവിൻ്റെ വാക്ക്, കർത്താവ് പറഞ്ഞ അനുസരിക്കാൻ അവർക്ക് കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് കർത്താവ് പറഞ്ഞ കമാൻഡ് താഴോട്ട് വായിക്കാം. അങ്ങനെ വാങ്ങിപ്പോകാതെ, 4 വാക്യത്തിൽ രണ്ടാമത്തെ കമാൻഡ് ഉണ്ട്. നിങ്ങൾ വാങ്ങിപ്പോകരുതെന്നുള്ള ഒന്നാമത്തെ കമാൻഡ്. രണ്ടാമത്തെ കൽപ്പന എന്താണ്? കാത്തിരിക്കണം. രണ്ടാമത്തെ കമാൻഡ് കാത്തിരിക്കുക. ഒന്ന്, പുറപ്പെട്ടു പോകരുത്, സ്റ്റേ ഹിയർ, ഇവിടെ പാർക്കണം. രണ്ടാമത്തെ കമാൻഡാണ് എന്ത്? കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം, വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാത്തിരിക്കുക എന്ന് കർത്താവിനോട് പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. അതിന് നമുക്കറിയാം, ഇതിൻ്റെ എല്ലാം മൂലഭാഷയിലൊക്കെ പോകുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥങ്ങളൊന്നുകൂടെ, വെയിറ്റ് ഫോർ ആൻ അപ്പോയിൻറ്റഡ് ടൈം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് ഫോർ ആൻ അപ്പോയിൻറ്റഡ് ടൈം, ദൈവം നിശ്ചയിച്ച ഒരു സമയത്തിനു വേണ്ടി കാത്തിരിക്കുക. അതാണ് ആ കാത്തിരിപ്പ് എന്ന ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. വെയിറ്റ് ഫോർ ആൻ അപ്പോയിൻറ്റഡ് ടൈം വിത്ത് എക്സ്പെക്ടേഷൻ. വളരെ പ്രതീക്ഷയോടെ ദൈവം നിശ്ചയിച്ച ഒരു സമയത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ അവർ ഒരു സമയം ദൈവം അവർ കൊടുക്കുകയാണ്. നമുക്കറിയാം, പിതാവിൻ്റെ വാഗ്ദത്തം എന്ന് സംഭവിക്കുമെന്ന് അവർക്ക് അറിയത്തില്ല. അറിയാമോ? പെന്തക്കോസ്ത് നാൾ വരുമെന്ന് കർത്താവിന് അറിയാം. അല്ലെങ്കിൽ പെന്തക്കോസ്ത് പെരുന്നാൾ എല്ലാ വർഷവും നടക്കുന്ന പെരുന്നാളാണ്. പെന്തക്കോസ്ത് എന്നുള്ള പേര് നമ്മൾ പലപ്പോഴും, അത് ഒരു യഹൂദന്മാരുടെ ഒരു പെരുന്നാളിൻ്റെ പേരാണ് പെന്തക്കോസ്ത്, അല്ലേ?
എല്ലാ സംവത്സരവും നടക്കുന്ന ഒരു പ്രധാന പെരുന്നാളാണ്. നമ്മൾ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലൊക്കെ അത് വായിക്കുന്നുണ്ട്. എന്താണ് അത്? ദൈവത്തിന് നന്ദി കരയേറ്റുന്ന ഒരു പെരുന്നാളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 7 ആഴ്ച അല്ലെങ്കിൽ പെസഹ കഴിഞ്ഞ് 7 ആഴ്ച കഴിഞ്ഞ് 7 ശബത്ത് കഴിഞ്ഞ് 49 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞ് വരും ദിവസം 50-ാമത്തെ ദിവസം നടക്കുന്ന ഒരാഴ്ച നടക്കുന്ന ഒരു ഉത്സവമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അതിന് അന്ന് നിലവിലുള്ള റോമൻ ഭരണത്തിലുള്ള എല്ലാ പട്ടണങ്ങളിൽ നിന്നും എന്ത് ചെയ്യും? യഹൂദന്മാര് പുരുഷന്മാരെല്ലാം കമ്പൽസറി ആയിട്ട് ഇവിടെ വരണം, യെരുശലേമിൽ വരണം. അതെല്ലാ വർഷവും നടക്കുന്ന ഒരു ചടങ്ങാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ആ പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് എല്ലാ ദിവസവും നടക്കുന്നൊരു അല്ലെങ്കിൽ എല്ലാ വർഷവും നടക്കുന്ന യഹൂദന്മാരുടെ ഒരു ഉത്സവമാണ്. അതൊരു ചടങ്ങായിട്ട് അവിടെ ദൈവാലയത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. എന്നാൽ അപ്പോൾ ആ ദിവസം വരുന്ന കർത്താവിന് ആ ദിവസം അറിയാം. എന്നാൽ പിതാവിൻ്റെ വാഗ്ദത്തം ആ ദിവസം ജനത്തിൻ്റെ മേൽ പകരുമെന്നുള്ളത് ശിഷ്യന്മാർക്ക് അറിയത്തില്ല. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നിങ്ങൾക്കൊരു അപ്പോയിൻറ്റഡ് ടൈം വരുന്നുണ്ട്. ശിഷ്യന്മാർക്കത് അറിയത്തില്ല ഏത് ദിവസമാണെന്ന്. അവരൊരുമനപ്പെട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞ കമാൻഡ്, കർത്താവ് അവരോട് പറഞ്ഞ കമാൻഡ് അനുസരിച്ച് അവർ കാത്തിരിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയത്തില്ല എപ്പോഴാണ് ഇത് വരുന്നത്. അങ്ങനെ അവർ കാത്തിരിക്കുമ്പോൾ നടന്നൊരു സംഭവമാണ് നമ്മൾ നോക്കിയ 6-ാം വാക്യത്തിൽ ഈ കർത്താവ് അതിൻ്റെ 15-ാം വാക്യം അപ്പോൾ അങ്ങനെ അവർ കാത്തിരിക്കുന്ന സമയത്ത് പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് സഹോദരന്മാരായ പുരുഷൻ ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിൻ്റെ ഇടയിൽ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞ സഹോദരന്മാരായ പുരുഷന്മാരെ പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ഇപ്പോഴും സഹിക്കാൻ കഴിയാത്തൊരു സംഭവം അവരുടെ മനസ്സിലിരിക്കാനുണ്ട്. അതെന്താണെന്നറിയാം? എടാ, ഈ 3-3.5 വർഷം കൂടെ നടന്നിട്ട് ഈ യേശുവിനെ നമ്മുടെ കൂടെ നടന്ന യൂദായ്ക്ക് ഇത് സംഭവിച്ചല്ലോ. അത് ഇവർക്ക് വേണ്ടതുപോലെ ഇന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ശരിയല്ലേ? കൂടെ നടന്ന ഒരാൾ കർത്താവിനെ ഒറ്റിക്കൊടുത്ത ഒരു സംഭവം അവർക്ക് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവർ ദൈവസന്നിധിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസിന്, പിന്നീട് നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, പത്രോസിനൊരു വെളിപ്പാടുണ്ടാകുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദൈവവചനത്തിൻ്റെ വെളിപ്പാട് പത്രോസിനുണ്ടാകും. പത്രോസ് പറയുകയാണ്, നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല, ഇത് സംഭവിക്കേണ്ടതായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ട്യൂൺ നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇതുവരെയും അവർ വളരെ ഹൃദയത്തിൽ വളരെ വേദ, എന്നാലും നമ്മുടെ കർത്താവിനെ ആ യൂദാ കാണിച്ചു കൊടുത്ത് അവൻ്റെ അന്ത്യം നോക്കിക്കേ. ഇതവർ പലപ്പോഴും പറഞ്ഞും അവരുടെ ഉള്ളിലെല്ലാം ഒരു മുറിവായിട്ട് ഇത് കിടക്കുന്നുണ്ട്. എന്നാൽ ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പത്രോസ് പറയുകയാണ്, ഇത് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് അങ്ങനെ നിവർത്തി വന്നതായത്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും എന്ത് ചെയ്യണ്ട ഇനി. നോക്കുക, അതൊരു വലിയ മാറ്റമല്ലേ? തൻ്റെ ഹൃദയത്തിൽ, അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന വെയിറ്റ് ചെയ്ത് അവര് കർത്താവിൻ്റെ വാഗ്ദത്തത്തിനായി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുമ്പോൾ അവർ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകുകയാണ്. അവർ പറയുകയാണ്, ഇത് സംഭവിക്കേണ്ടതായിരുന്നു. വെറുതെ പറയല്ല, ദാവീദ് വചനത്തിലേക്ക് അവർ തിരിഞ്ഞു. പത്രോസ് പറയുകയാണ്, ഇത് ദാവീദ് മുഖാന്തരം അരുളി ചെയ്തത്, അത് ദൈവം അറിഞ്ഞാണ് അത് സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുകയാണ്. അത് ബോധ്യപ്പെടുകയാണ്. ഇവിടെയാണ് ആ ഭാഗം രേഖപ്പെടുത്തിയത്. നോക്ക്, ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അടുത്തോടെ വായിച്ചു. നോക്കുക, അപ്പോൾ ഈ സംഭവത്തെ അവരെ ദൈവവചനത്തിലൂടെ അത് കാണാനായിട്ട് സാധിച്ചു. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, വാസ്തവത്തിൽ ഈ കാത്തിരിപ്പും പ്രാർത്ഥനയുമാണ് അവരുടെ ഉള്ളത്തിലെ പല, മുമ്പേ നമ്മൾ കണ്ടു, ആശങ്കകൾ, ഭയം, അവിശ്വാസം. ഇവിടെയും ഈ കഴിഞ്ഞുപോയ സംഭവങ്ങളെ അത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അവർ പരിശോധിച്ചപ്പോൾ
അവരുടെ ഉള്ളിൽ ക്ഷമയും സഹിഷ്ണുതയൊക്കെ ഉണ്ടായെന്നാണ്. അപ്പം ദൈവവചനമാണ് നമ്മെ കാത്തിരിക്കുന്ന, ദൈവവാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന ശിഷ്യന്മാരുടെ ഉള്ളിൽ ആ മുറിവുകളൊക്കെ ഉണങ്ങി. അപ്പോൾ പെന്തക്കോസ്തിന് മുമ്പുള്ള സംഭവം നമ്മൾ വായിക്കുന്നത്. വചനത്തിലൂടെയുള്ള ശുദ്ധീകരണം അവരിലുണ്ടാകുകയാണ്. അവരുടെ തെറ്റായ ധാരണകളെ, ചിന്തകളെ, ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഇതൊക്കെ മാറി അവർക്ക് അതേ ദൈവവചനത്തിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം അവർക്കുണ്ടായെന്നാണ് പറയുന്നത്. അത് ഇതിനിടയ്ക്കുള്ളൊരു സംഭവമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ കാത്തിരുന്ന സന്ദർഭത്തിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം പെന്തക്കോസ്ത് അനുഭവത്തിന് മുമ്പ് നടന്ന അല്ലെങ്കിൽ ഒരുക്കമായിട്ട് കാണും. അപ്പോൾ 4 കമാൻഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 1, നിങ്ങൾ സ്റ്റേ ചെയ്യുക, ഇവിടെ സ്റ്റേ. 2, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം. 3-ാമതായിട്ട് അവരോട് പറയുന്നത് 8-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. 3-ാമത്തെ കമാൻഡ്. മതി. അവിടെയും 2 കമാൻഡുണ്ട്. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അതൊരു കമാൻഡായിട്ട് തോന്നുന്നില്ലെങ്കിലും ഗ്രീക്കിൽ അതൊരു അഫേമേറ്റീവായിട്ടാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ കമാൻഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 8-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന 3-ാമത്തെ കമാൻഡ് എന്ന് പറഞ്ഞാൽ യു വിൽ റിസീവ് പവർ, നിങ്ങൾ ശക്തി ലഭിക്കും എന്ന് പറഞ്ഞത് ഒരു കമാൻഡാണ്. യു വിൽ റിസീവ് പവർ. റിസീവ് പവർ എന്നുള്ളതൊരു കമാൻഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശക്തി ലഭിക്കുക, ശക്തി പ്രാപിക്കുക, അത് കർത്താവിൻ്റെ ഒരു കമാൻഡാണ്. 4-ാമത്തെ കമാൻഡ് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഇപ്പം 4 കമാൻഡുണ്ട്. അത് 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ 2-ഉം 8-ാം വാക്യത്തിൽ 2 കമാൻഡും. അങ്ങനെയാണ് കർത്താവ് കൊടുത്ത 4 പ്രധാന കൽപ്പനകളാണ് ശിഷ്യന്മാർക്ക് പെന്തക്കോസ്ത് നാളിന് മുമ്പ് കൊടുത്ത 4 കൽപ്പനകൾ. ആ 4-ൻ്റെയും ലക്ഷ്യം എന്താണെന്നാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അപ്പം 2-ാം കൽപ്പനയിൽ ഞാൻ പറഞ്ഞു, അവർ കാത്തിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ദൈവ സാന്നിധ്യത്തിൽ അവരായിരിക്കുകയാണ്. ദൈവ സാന്നിധ്യവും ദൈവവചനവും അവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പണിതുകൊണ്ടിരിക്കുകയാണ്. അവർ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി സംഭവങ്ങളെല്ലാം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണാനും ക്ഷമിക്കാനും അവർ ഹൃദയത്തിലുള്ളതായ അവിശ്വാസത്തെ പുറന്തള്ളി കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് അവരെ, നമുക്കറിയാം, തിരുവെഴുത്തുകളെ ഗ്രഹിക്കാൻ നമ്മൾ പെന്തക്കോസ്ത് അനുഭവത്തിന് ശേഷവും നമ്മളത് കാണുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് വരാം പിന്നീട് ആ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ. അപ്പം ഇവിടെ റിസീവ് പവർ, ഈ പവർ എന്നുള്ള വാക്ക് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വാക്കാണ്. ശക്തി, നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയായി ശക്തി എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? അല്ലെങ്കിൽ എന്താണ് ഈ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ വേർഡ് എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്താണ് ആ ശക്തി എന്ന് പറഞ്ഞാൽ? നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. ശക്തി ഗ്രീക്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഡുനാമീസ് എന്നൊരു പദമാണ്. ഡുനാമീസ് ഗ്രീക്കിൽ കർത്താവ് സംസാരിച്ച വാക്ക് അരാമ്യ ഭാഷയാണെങ്കിലും പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷ. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത് ഡുനാമീസ് എന്നാണ്. ഡുനാമീസ് എന്നൊരു പദം. ആ ഡുനാമീസ് എന്ന് പറയുന്ന ശക്തി എന്ന് പറയുന്ന വാക്കിന് 2-3 അർത്ഥങ്ങളുണ്ട്. അതിൽ നിന്നാണ് ഡൈനാമിറ്റ് എന്ന് വാക്ക്. ഡൈനാമിറ്റ് നമ്മൾ കേട്ടിട്ടില്ലേ? ഡൈനാമിറ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച് പോകുന്നതാണ്, അല്ലെങ്കിൽ ഭയങ്കര ശക്തിയുള്ള, നമുക്ക് ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ചെന്ന് നോക്കിയൊക്കെ. അപ്പം പലതിനെയും പൊട്ടിച്ചു കളയുന്നതാണ്, സ്ഫോടകമായ ശക്തി. അതിനാണ് ഡൈനാമിറ്റ് എന്ന് പറയുന്നത്. ഡൈനാമോ എന്നുള്ളൊരു പദവും അതേ ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഡൈനാമോ എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കാൻ പണ്ട് നമുക്ക് ഈ നമ്മുടെ സൈക്കിളിൽ ഡൈനാമോ ഉണ്ടായിരുന്നില്ലേ? ഡൈനാമോയും ലൈറ്റും ഉണ്ടായിരുന്നു. ആ ഡൈനാമോ ഇങ്ങനെ ടയറേൽ ഒരിഞ്ഞൊരിഞ്ഞ് എന്ത് ചെയ്യും? ചാർജ് അല്ലെങ്കിൽ കറണ്ട് ജനറേറ്റ് ചെയ്യും, ഇല്ലേ? അങ്ങനെയാണ് ലൈറ്റ് കത്തുന്നത്, ഇല്ലേ? അപ്പം പവർ ജനറേറ്റ് ചെയ്യുന്നതാണ് ഡൈനാമോ. അപ്പം ഒന്ന് എക്സ്പ്ലോഡ് ചെയ്യുന്ന ശക്തിയാണെങ്കിൽ മറ്റൊന്ന് ശക്തി ജനറേറ്റ് ചെയ്തെടുക്കുന്ന ശക്തി. ഇനി ഇത് തന്നെയാണ് ഡൈനാമിക് എന്നുള്ള പദവും ഈ ഡുനാമിസിൽ നിന്നാണ് വന്നത്. അതിൻ്റെ റൂട്ട് വേർഡ് സെയിമാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്തുവാ? എപ്പോഴും ആക്റ്റീവായിരിക്കുക എന്നാണ്, അത്രേ അർത്ഥമുള്ളൂ അതിന്. അപ്പോൾ 2-3 അർത്ഥങ്ങൾ ഇതിനകത്തുണ്ട്. ശക്തി എന്ന് പറയുന്നതിന് 2-3 അർത്ഥം. ഒന്ന് എക്സ്പ്ലോഡ് ചെയ്യുന്ന പവർ, ഡൈനാമിറ്റ്. മറ്റൊന്ന് ഒരു പ്രകാശം കൊടുക്കാനായിട്ട് മറ്റൊരു സോഴ്സിൽ നിന്ന് ഊർജം ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സോഴ്സ്. 3, ടു ബി ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ടു ബി ആക്റ്റീവ് എന്നേ അർത്ഥമുള്ളൂ. ആക്റ്റീവായിരിക്കുക, എപ്പോഴും പ്രവർത്തനനിരതമായിരിക്കുക എന്ന ഒരാശയം അതിനകത്തുണ്ട്. ഇതാണ് ശക്തി. അപ്പോൾ എന്തിനാണ് ദൈവം തൻ്റെ ശക്തി പകരുന്നത്? നമുക്ക് ദൈവം അനുവദിച്ചാൽ പെന്തക്കോസ്ത് നാളിലുണ്ടായ
ആ ആത്മീയ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴും ആ ശക്തിയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് ഓർപ്പിക്കാം. ഇന്ന് നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തിനാ ശക്തി നമ്മളിലേക്ക് പകർന്നിരിക്കും? നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അതാത് സന്ദർഭങ്ങളിൽ ദൈവമക്കൾ ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായി വിശ്വാസത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാൻ അതാത് സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള നിലയിൽ ദൈവം അവരുടെ മേൽ പകരുന്ന ശക്തിയെയാണ് നമുക്ക് അവിടെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ ചില ഉദാഹരണങ്ങളോടൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അത് ക്ലിയറാണ്. ഓരോ സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള, ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് അത് വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ 4 പ്രധാനപ്പെട്ട കമാൻഡ്. അതിൽ ഒന്ന്, നിങ്ങൾ ഇവിടെ താമസിക്കണം. അതനുസരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അവരുടെ പ്രാർത്ഥനയും ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയാണ്. അവരെ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചനവും. 2, അവരോട് കർത്താവ് പറഞ്ഞു, പിതാവിൻ്റെ വാഗ്ദത്വത്തിനായി, നിങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്തൊരു സമയത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. അവർക്കറിയത്തില്ല ഏത് ദിവസമാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്, പക്ഷെ അവർ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ കാത്തിരിപ്പിലും പത്രോസ് എഴുന്നേറ്റ് കഴിഞ്ഞുപോയൊരു സംഭവത്തെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഒരു വെളിപ്പാട് അവർക്ക് ലഭിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ആഴമായ വെളിപ്പാട് അവർക്കുണ്ടാകും. ദൈവവചനത്തിലൂടെ കർത്താവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിലേ, ദൈവവചനം നമ്മളെ പണിതെടുത്തെങ്കിൽ മാത്രമേ ഒരു പെന്തക്കോസ്ത് യാഥാർത്ഥ്യമാകത്തുള്ളൂ. അപ്പോൾ ദൈവവചനവും പരിശുദ്ധാത്മശക്തിയും. പിന്നീട് നമ്മൾ കാണുന്നത്, യു വിൽ റിസീവ് പവർ, ശക്തി നിങ്ങളുടെ മേൽ വരും. ഡുനാമിസ് എന്നുള്ള പദം ഓർത്തിരിക്കുക. 2-3 അർത്ഥതലങ്ങൾ അതിനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ വരാം. 4ാമത് കർത്താവ് പറഞ്ഞ കമാൻഡാണ്, യു വിൽ ബി മൈ വിറ്റ്നസ്, നിങ്ങളുടെ സാക്ഷികളാകും. മാർട്ടൂറിയ എന്നുള്ള പദം നമ്മൾ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച അത് നമുക്ക് പിന്നീട് കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദമായി പഠിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിന് മുമ്പ് നമ്മളായിരുന്നല്ലോ. ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട 2 അനുഭവങ്ങൾ, എല്ലാം മറന്നാലും കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധവും ദൈവവചനവും നമ്മെ പണിതെടുക്കുന്നതാണ്. അതെപ്പോഴും നാം ഓർക്കുക. കർത്താവിൻ്റെ സാന്നിധ്യത്തിനു വേണ്ടിയുള്ളൊരു വലിയ വാഞ്ച നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രാർത്ഥന കുറഞ്ഞു പോകാതെ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്താതെ ഒരുമനപ്പെട്ട് വന്ന് പ്രാർത്ഥനയിൽ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ കർത്താവരെ പണിതെടുത്തു എന്ന് കാണുവാൻ സാധിക്കും. ഇതുപോലെ ക്രിസ്ത്യ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി എപ്പോഴും കൊതിയോടുകൂടെ, ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യ ജീവിതത്തിൽ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ സ്റ്റാഗ്നൻ്റായി പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പോകാൻ കഴിയുന്നില്ല എന്നുള്ള സന്ദർഭങ്ങളുണ്ടാകാം. അപ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ടത്, കർത്താവിൻ്റെ സാന്നിധ്യമാണ് എന്നെ പണിതെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു വലിയ വാഞ്ച നമ്മളിൽ ഉണ്ടാകണം. ദൈവവചനത്തോടുള്ള ഒരു വലിയ താല്പര്യം നമുക്കുണ്ടാകണം. ഇവ 2 നമ്മെ പണിതെടുത്ത് കർത്താവിൻ്റെ ഇഷ്ടത്തിനായി നമ്മെ ഒരുക്കും. ഇതൊക്കെയാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ അതേ സന്ദേശങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാർ ഒരാൾ ചുരുക്കമായി പ്രാർത്ഥിച്ചു.